ഹായ് ഫ്രണ്ട്സ്, സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം ഞാനും എൻ്റെ ചാനലും ട്രെയിൻ PSC വിത്ത് മീ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി LGSൻ്റെ ഒന്നാം ഘട്ട പരീക്ഷയുടെ ആൻസർ കീക്ക് ശേഷം രണ്ടാം ഘട്ട പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ ഇതുവരെ വന്നിട്ടില്ല. പകരം ഇന്ന് മൂന്നാം ഘട്ട പരീക്ഷയുടെ ആൻസർ കീയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൊല്ലം, തൃശ്ശൂർ, തിരുവനന്തപുരം ജില്ലക്കാരെഴുതിയ മൂന്നാം ഘട്ട പരീക്ഷയുടെ ആൻസർ കീ. സാമാന്യം ലളിതമായ എക്സാം ആയിരുന്നു എന്ന് എല്ലാവരും വിലയിരുത്തപ്പെട്ട പരീക്ഷ. പക്ഷേ രണ്ടാം ഘട്ട പരീക്ഷ പൊതുവെ കഠിനമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചേറെ പ്രയാസമുള്ളതും പ്രസ്താവന ചോദ്യങ്ങൾ കൂടുതൽ വന്നതുമായിരുന്നു. അതിൻ്റെ ആൻസർ കീ ഇപ്പോഴും കുട്ടികൾ പറയുന്നത് പോലെ തന്നെ പണിപ്പുരയിലാണ്. ആൻസർ കീ ഇതുവരെ വന്നിട്ടില്ല. ഫൈനൽ ആൻസർ കീയിൽ കുറേയേറെ ഡിലീഷനോ ആൻസർ ചേഞ്ചസോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മൂന്നാം ഘട്ട പരീക്ഷയുടെ ആൻസർ കീയിൽ 5 ഡിലീഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഡിലീഷൻസ് തന്നെയാണ്. GKയിൽ 4 ചോദ്യങ്ങൾ ഒഴിവാക്കി, കണക്കിൽ 1 ചോദ്യം ഒഴിവാക്കി. GKയിലെ ഒഴിവാക്കപ്പെട്ട ചോദ്യം, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ച സമ്മേളനം. അത് പരീക്ഷയിൽ ഈ ചോദ്യപേപ്പറിൻ്റെ വാല്യുവേഷനിൽ നിന്ന് ഒഴിവാക്കി. അടുത്ത ചോദ്യം, ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? ആദ്യമായിട്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ആ ചോദ്യത്തിലില്ലായിരുന്നു. തിരുവനന്തപുരം എഴുതിയവരുണ്ട്, കൊല്ലം എഴുതിയവരുണ്ട്. എനിവേ ആ ചോദ്യവും പരീക്ഷയിൽ നിന്ന് PSC ഒഴിവാക്കി. അടുത്ത 2 ചോദ്യങ്ങളും പല ചാനലിലും നമ്മളും ഒക്കെ പറഞ്ഞതാണ് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. കാരണം ബൽവന്ത് റായി മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ഒഴിവാക്കി. പ്രാചീന ശിലായുഗം, എടക്കൽ ഗുഹയെന്നാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നത്. പലരും പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരവും അതൊക്കെ തന്നെ. പക്ഷേ പ്രാചീന ശിലായുഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കേരളത്തിൽ നൽകുന്ന പ്രദേശം എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് അതും PSC പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ ഒഴിവാക്കപ്പെട്ടത് കണക്കിലെ ഒരു ചോദ്യമാണ്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ചോദ്യം കറക്റ്റൊക്കെ തന്നെ, പക്ഷേ ഉത്തരം ആൻസർ കീയിൽ ഇല്ല. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510, നടുവിലത്തെ സംഖ്യ എത്ര? അപ്പോൾ 5 സംഖ്യ തുടർച്ചയാണെങ്കിൽ x, x+1, x+2, x+3, x+4 അങ്ങനെയാണ് നമ്മൾ സംഖ്യയെ അസ്യൂം ചെയ്യുക. ഇതിൻ്റെ എല്ലാം കൂടെ തുക എന്ന് പറയുമ്പോൾ x + x+1 + x+2 + x+3 + x+4, അതായത് x എല്ലാം കൂടെ കൂട്ടുമ്പോൾ 5x അധികം സംഖ്യ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 10, 5x + 10 510. അപ്പോൾ 5x 500 എന്ന് കിട്ടും, x 100 എന്ന് കിട്ടും. നടുവിലത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ x+2 102. അങ്ങനെ ഒരു ഓപ്ഷൻ ഉത്തരം ആ ഓപ്ഷനിലില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യവും ഒഴിവാക്കി. അപ്പോൾ 95-ലായിരിക്കാം മാർക്ക് വരാൻ സാധ്യത. കട്ട് ഓഫ് 70-ന് മുകളിലൊക്കെ പോകും. 70, 75 ആ റേഞ്ചിൽ കട്ട് ഓഫ് നിൽക്കും. എനിവേ ഈ 3 ജില്ലയിലും പരീക്ഷ എഴുതിയവർ നിങ്ങൾ എഴുതിയ ഉത്തരവും ഈ ഫൈനൽ ആൻസർ കീയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നിങ്ങളുടെ മാർക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാം ഘട്ടത്തിലുള്ളവർ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ ആൻസർ കീയിൽ എന്തൊക്കെയോ കാര്യമായ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ആൻസർ കീ രണ്ടാമത്തത് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ മൂന്നാമത്തത് പ്രസിദ്ധീകരിച്ചത്. ഈ പരീക്ഷ നടന്നത് നവംബർ 30-നാണ്. രണ്ടാം ഘട്ടം നവംബർ 23-ന് നടന്ന പരീക്ഷയാണ്. ഉടനെ തന്നെ 2ഉം 4ഉം ഘട്ടങ്ങളുടെ ആൻസർ കീ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 10th പ്രിലിംസിന് വേണ്ടി പഠിക്കുമ്പോൾ മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നന്നായി പഠിക്കുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.